ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചില പ്രോഡക്റ്റ്സ് റിപ്പീറ്റ് ആയിട്ട് വാങ്ങുന്ന എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് റാൻഡം ആയിട്ട് കാണിക്കാനാണ് പോണത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തിൻ്റെയെങ്കിലും ഒരു റിവ്യൂ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ പേര് കനക എന്നാണ് കേട്ടോ. ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ എൻ്റെ കുറച്ചധികം പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ലെങ്ത്ത് കൂടിപ്പോയിട്ട് പാർട്ട് 1, 2 ആയിട്ട് ഇടേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വേണ്ടുന്ന കുറച്ച് അത്യാവശ്യം കൈ കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ ബോഡി ലോഷൻസ് വരും, ലിപ്സ്റ്റിക്ക് വരും, ഷാംപൂസ് വരും, പെർഫ്യൂംസ് വരും, അങ്ങനെ കുറച്ച് റാൻഡം ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് കിടക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് തന്നെ നമ്മൾ കുറേ വിമൻസിനുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ അണ്ടർആംസിൽ നിന്ന് വരുന്ന ഒരു വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ല്, അതേപോലെ ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യാം എന്ന് കരുതിയാൽ അതിന് ഒരുപാട് റെമഡീസ് ഉണ്ട്. അതല്ലാതെ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റോൾ ഓൺ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളപ്പെട്ട ഒരു റോൾ ഓൺ ആണ് കേട്ടോ. നമ്മുടെ ഈ കാർമസീൻ്റെ നാച്ചുറൽ ഡിയോഡ്രൻറ്റ് റോൾ ഓൺ ആണ്. ഇതിൻ്റെ ഞാൻ സ്വീറ്റ് സമ്മറാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യണത്. പക്ഷേ ഇത് അത്ര നല്ല രസമില്ല കേട്ടോ. ഇതിലും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അവിടെ ഫ്ലോറൽ ഉണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, അത് ഒടുക്കത്തെ ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ് കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് തീർന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് അത്ര നല്ലതല്ല കേട്ടോ. ഇതാണ് കാർമസീൻ്റെ അണ്ടർആം റോൾ ഓൺ ആണ് കേട്ടോ. ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാധാരണ ചില റോൾ ഓൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കരമായ അലർജിക്ക് ആവാറുണ്ട് നമ്മുടെ ആ ഒരു അണ്ടർആംസിൽ. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ വേറൊരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്ത കാണിക്കാൻ പോകുന്ന ഒരു റോൾ ഓൺ അല്ല, പക്ഷെ നിവ്യയുടെ ഇത് പേൾ ആൻഡ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് അവക്കോട ഓയിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതും ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ ഇത് നമ്മുടെ സ്പ്രേ ടൈപ്പ് അല്ല കേട്ടോ. ഇതൊരു ബോഡി പെർഫ്യൂം ഉണ്ടല്ലോ, ആ രീതിയിലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതും എനിക്കിഷ്ടമാണ്. ഞാൻ ഇതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാറിയും തിരിഞ്ഞും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം നമ്മുടെ അണ്ടർആം റോൾ ഓണും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണല്ലോ നമ്മുടെ പെർഫ്യൂംസ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പെർഫ്യൂംസ് ആണ് നമ്മുടെ ഈ ബെല്ല വിറ്റേൻ്റെ പെർഫ്യൂംസ് ആണ് കേട്ടോ. ലക്ഷറി പെർഫ്യൂംസ് ആണ്. ഒന്ന് വൈറ്റ് ഊതും, ഒന്ന് CEO മെന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ബ്ലാക്കിലും ഇഷ്ടം ഈ വൈറ്റ് ആണ് കേട്ടോ. എൻ്റെ പൊന്ന് കിടിലാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ മണമെന്ന് പറയുന്നത് നമ്മളിപ്പം ഡ്രസ്സൊക്കെ നമ്മൾ കഴുകാനിടല്ലേ, ഇട്ട് കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ കഴുകി കഴിഞ്ഞ് വരുമ്പോഴും കാണും കേട്ടോ. ഈ ഒരു പെർഫ്യൂമിന് നല്ല സ്മെല്ലാണ്. മാത്രമല്ല ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാം. ഇത് രണ്ടും കൂടെ ചേർത്ത് എങ്ങാണ്ട് 500 രൂപ എങ്ങാണ്ടേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ വലിയ ഇതും അവൈലബിൾ ആണ് കേട്ടോ. വലിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതും അവൈലബിൾ ആണ്. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വൈറ്റിൻ്റെ വലുത് ഞാൻ ഒരെണ്ണം വാങ്ങും കേട്ടോ. കാരണം അത്രയും നല്ലതാണ്. ഇതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബെല്ല വിറ്റേൻ്റെ ലക്ഷറി പെർഫ്യൂംസ് ആണ് കേട്ടോ. ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇതൊരു കോംബോ ആയിട്ടാണ് ഇത് രണ്ടും വാങ്ങിയത്. പക്ഷേ ഏറ്റവും നല്ലത് വൈറ്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതേ ഈ എൻവിയുടെ പെർഫ്യൂംസ് ഒക്കെ കിടിലാണ് കേട്ടോ. ഇത് പൗട്ട് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇവരുടെ തന്നെ ബ്ലഷ് ഉണ്ട്. അത് എല്ലായിടും അങ്ങനെ കിട്ടാനില്ല കേട്ടോ. ബ്ലഷ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം 200 രൂപ റേഞ്ചിലേ ഉള്ളൂ കേട്ടോ. അയ്യോ അടിപൊളി മണമാണ് കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമില്ല. പോട്ട് എന്ന് പറയുന്നത് ഈ ബ്ലഷ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ മാറ്റിയെടുത്ത് പോയതാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ ഈ പേര് ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എൻവിയുടെ ബ്ലഷോ അല്ലെങ്കിൽ ഇതോ വാങ്ങി യൂസ് ചെയ്യും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിടിലമായിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ. ഏതിൻ്റെയൊക്കെയെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പെർഫ്യൂംസ് തീർന്നിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു അത്തറാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അത്തറാണ് കേട്ടോ. മജ്മുവ എന്ന് പറയുന്ന 96ൻ്റെ അത്തർ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് 2 എണ്ണം ഒരുമിച്ചാണ് വാങ്ങേണ്ടത്. കുറച്ചേ ഉള്ളൂ കേട്ടോ സംഭവം.
അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ അത്തറൊക്കെ രാത്രിയിൽ നമ്മുടെ ദേഹത്ത് പുരട്ടിയിട്ട് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ഇവിടെ നാരൂന് ഇഷ്ടമല്ല. നാരൂ പറയുന്നത് നമ്മുടെ ഈ പാൻ ഉണ്ടല്ലോ, പാൻ മസാലേൻ്റെ സ്മെല്ലാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടം. എന്തോ ഒരു നൊസ്റ്റു ഫീല് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അതായിട്ടുള്ളതും ഒരു അത്തറാണ്. ഇത് വന്നിട്ട് മറിയം എന്ന് പറയുന്ന അത്തറാണ് കേട്ടോ. മറിയം എന്നാണ് പേര്. ഇത് ഞാൻ ദുബായിലാണ് ഇത് മറ്റേ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ഒരു ബോഡി ലോഷൻ ഉണ്ട്, മറിയം ബോഡി ലോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റാണ് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ആദ്യ സ്മെല്ലിൽ വരുന്നൊരു പെർഫ്യൂമാണ്, പെർഫ്യൂം അല്ല അത്തറാണിത്, ഊതോ അത്തറോ അങ്ങനെ പറയുള്ളൂ, ആ സംഭവമാണ് ഇത്. ഇത് എനിക്ക് ഓൺലൈനൊന്നും കിട്ടുമെന്ന് അറിയില്ല. ഇത് ഞാൻ നമ്മുടെ ഈ ഓൺലൈൻ മീൻസ് ആമസോണിലൊന്നും കിട്ടുമെന്ന് അറിയില്ലെന്ന് കേട്ടോ പറഞ്ഞത്. ഞാനിത് വാങ്ങിയത് ഓൺലൈനായിട്ട് നമ്മുടെ ഈ അത്തറൊക്കെ വിൽക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ, അങ്ങനെ എറണാകുളത്തു നിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചതാണ് കേട്ടോ. ഓർഡർ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ, പക്ഷെ നല്ലതാണ്, നല്ല മണമാണ് കേട്ടോ. നമ്മളെ കുത്തുന്ന ടൈപ്പ് മണമൊന്നുമല്ല, നല്ലൊരു മണമാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ എനിക്ക് നമ്മുടെ ലാക്മിയുടെ ഐക്കോണിക്കിൻ്റെ എന്താ പറയുക ഐലൈനർ ഇല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഐലൈനറാണ്, നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാനൊക്കെ ഭയങ്കര രസത്തിൽ എഴുതാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കൂ. നമ്മുടെ ലാക്മീൻ്റെ ആണ്, ഇത് തീരാറായി കേട്ടോ. ലാക്മീൻ്റെ ഐലൈനറാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മൾ കണ്ണിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ജെൽ ലൈനറാണ് കേട്ടോ. ജെൽ ലൈനറാണ്, മേബിലിൻ്റെ ആണ് ഇത്. ഐ സ്റ്റുഡിയോ ലാസ്റ്റിംഗ് ഡ്രാമ ജെൽ ഐലൈനറാണ്, ബ്ലാക്ക് ആണ് കേട്ടോ. ജെൽ ലൈനർ എനിക്കിതും ഇഷ്ടമാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, കുറേ നേരം നിൽക്കും കേട്ടോ. നമ്മളിട്ട തുറന്ന് കാണിച്ചു തരാവേ. ഇതാണ് സംഭവം കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. നമുക്ക് കണ്ണൊക്കെ എഴുതുകയാണെങ്കിൽ, കണ്ണിന് മുകളിലൊക്കെ എഴുതുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അത് പോത്തില്ല. ഓക്കെ, ഇനിയിപ്പം നോർമലി ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ എഴുതുന്ന ഒരു കാജലാണ് നമ്മുടെ ഹിമാലയൻ്റെ നോർമൽ ഒരു കാജലുണ്ടല്ലോ. ഇത് അത്യാവശ്യം നാച്ചുറലാണ്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതാണ് കേട്ടോ എഴുതുന്നത്. ഞാൻ പക്ഷെ പുറത്ത് പോകുമ്പോൾ ഇത് എഴുതാറില്ല, കാരണം പുറത്ത് പോകുമ്പോൾ ഇത് എഴുതുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മജ്ജാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ എഴുതാറില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ മാർസിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് അഫോർഡബിൾ റേഞ്ചാണ്, കിട്ടില്ല സാധനമാണ് കേട്ടോ. ദേ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സംഭവം വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് മാർസിൻ്റെ മസ്കാര. ഇത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ ഭയങ്കര സംഭവം എന്നല്ല, പക്ഷെ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതങ്ങനെ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, പെട്ടെന്ന് മാഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും അത്യാവശ്യം അതിൻ്റേതായ റേറ്റിന് നിൽക്കുന്നുണ്ട്, റേറ്റും കുറവാണ് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്, എനിക്കിഷ്ടമാണത്. ഇനിയിപ്പോൾ അടുത്ത് എന്താ കാണിക്കണ്ടേ? ഓക്കെ, അടുത്തത് നമ്മുടെ പിക്സിയുടെ ടോണറാണ് കേട്ടോ, ഗ്ലോ ടോണറാണ്. ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ എന്തായിരുന്നു മറ്റേ സ്നെയിൽ മ്യൂസിയം, അതിൻ്റെ കൂടെ വാങ്ങണോ വേണ്ടേ എന്ന് കരുതിയിരുന്നൊരു സംഭവമാണ്. കാരണം ഇതിന് ഇത്തിരി റേറ്റ് കൂടുതൽ, ഇത് 1500 ആ ഒരു റേഞ്ചിൽ വരും കേട്ടോ. പക്ഷേ ഇത് വാങ്ങണോ വേണ്ടേ എന്ന് കരുതിയിരുന്നത് ഞാൻ വാങ്ങിയതാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് നല്ലതാണ്, നമുക്ക് ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ, ഒരു 5-6 മാസമൊക്കെ നിൽക്കും. നമ്മളൊരു 1500 രൂപ കൊടുത്ത് വാങ്ങുന്നു എന്ന് കരുതിയിട്ട് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ലോങ് ലാസ്റ്റിംഗ് അല്ല, അത്രയും കാലം ഷെൽഫ് ലൈഫ് ഉള്ളൊരു സാധനമാണ്, കുറച്ച് കാലം നിൽക്കുകയും ചെയ്യും. ടോണറാണല്ലോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. എത്തിഗ്ലോൻ്റെ ഫേസ് വാഷാണ്. ഇത് ഞാൻ എന്തായാലും വാങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിലും ഇത് നാരൂന് ഇത് അത്യാവശ്യമാണ്. അതിൻ്റെ ഈ ഒരു സംഭവം എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് നമ്മുടെ അഹാഗ്ലോ എസിൻ്റെ ഫേസ് വാഷ്. ഇതും റിപ്പീറ്റായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതും തീരാറായിട്ടുണ്ട്, ഇനിയിപ്പോൾ അടുത്ത വാങ്ങണം. ഇതും ഞാൻ റിപ്പീറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ 2 ഫേസ് വാഷുകളും എൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത സംഭവം. ഇനി അടുത്തതായിട്ട് ഞാൻ തൂക്കിയിട്ട് എന്താണ് ഓൺലൈൻ. ഓക്കെ, നമ്മൾ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ.
നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ ഇഷ്ടമില്ല, ഇപ്പം നിങ്ങൾ വെയിലത്തൊക്കെ പോകുമ്പം ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് പോകുമ്പം ഭയങ്കര ഡള്ളായിട്ട് ഫേസ് ഇരിക്കുമല്ലോ, ഇച്ചിരി ഓയിലി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, എന്നാൽ സൺസ്ക്രീൻ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഇതൊരു ഇത്തിരി എടുത്ത് മുഖത്തിട്ടിട്ട് പോയാൽ മതി കേട്ടോ. നമുക്കൊരു ഫൗണ്ടേഷൻ്റെ എഫക്റ്റും കാണില്ല, പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ നേരം നിൽക്കും കേട്ടോ. ഓയിൽ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കയ്യിൽ ഞാനിപ്പോൾ ഇട്ട് കാണിച്ചത് കണ്ടോ, നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം വാങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല സാധനമാണ്, കുറേ നാളെ നിൽക്കും കേട്ടോ അത്. പിന്നെ NMൻ്റെ കയ്യിൽ ഇതിരിക്കുന്നത് NMൻ്റെ പക്കർ എന്ന് പറയുന്നത് നമ്മുടെ ലിപ് ബാം ആണ് കേട്ടോ. നൈറ്റ് ഞാൻ ഇതാണ് ഇടുന്നത്. ലിപ് ബാം അല്ല, ലിപ് മാസ്ക് ആണ് കേട്ടോ. അത് തീരാറായി, ഇനി അടുത്ത വാങ്ങണം. എനിക്ക് ഡ്രൈ ലിപ്സ് ആയതുകൊണ്ട് എനിക്കിത് നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാറാനായിട്ട്. അപ്പം NMൻ്റെ പക്കർ എന്ന് പറയുന്ന ലിപ് മാസ്ക് ആണ് കേട്ടോ. ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട് കേട്ടോ ഇത്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ. ഇത് ചെറിയാണ്, ഇത് SPF 20 ഉണ്ട്. ഞാൻ ഡേ ടൈമിലൊക്കെ ഇതും യൂസ് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ഇത്തിരി ടിൻറ്റഡ് ആയിട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇത്തിരി ടിൻറ്റ് ഉള്ളതാണ്, ഇത് കണ്ടില്ലേ. മാത്രമല്ല എൻ്റെ ഡ്രൈ ലിപ്സിന് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് എൻ്റെ ലിപ് ബാം തന്നെയാണ് ഞാൻ ഇടുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇതും വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ വേണ്ടേ ഈ ഒരു സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. വൈറ്റമിൻ സി ഇതേ തീർന്ന് ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. ഇത് ഞാനിനി വാങ്ങും, റിപ്പീറ്റായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ലതാണ് ഇതും. ഞാൻ റിപ്പീറ്റായിട്ട് അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പം ഹെയറിലോട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ, ഹെയർ കെയർ നോക്കുകയാണെങ്കിൽ എനിക്കിതേ ബയോട്ടിക്കിൻ്റെ ഒരു ഹെയർ ടോണറാണ് കേട്ടോ. ഹെയർ സെറം എന്നൊക്കെ പറയാം, ഹെയർ സെറാണ് കേട്ടോ. ആൻറ്റി ഹെയർ ഫോൾ ഹെയർ സെറാണ്. തീർന്നു ഇത് തീർന്നതല്ല, ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നതാണ് കേട്ടോ. എനിക്ക് എടുക്കാൻ എളുപ്പത്തിന്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ തലയിലിടാൻ പാടായതുകൊണ്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ബയോട്ടിക്കിൻ്റെ മൗണ്ടെയിൻ എബോണി ആൻറ്റി ഹെയർ ഫോൾ ഹെയർ സെറം ആണ് കേട്ടോ. ഇൻറ്റൻസീവ് ഹെയർ ഗ്രോത്ത് തെറാപ്പി എന്നാണ് കിടക്കുന്നത്. ഹെയർ ഗ്രോത്ത് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അല്ലാതെ ഒരു സ്കാൽപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന സെറം വാങ്ങുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 30 ml അല്ലെങ്കിൽ ഒരു 60 ml ഒക്കെ വരുമ്പോൾ ഒരു 500-600 റേഞ്ചിലൊക്കെ വരും. മാത്രമല്ല അത് പെട്ടെന്ന് തീർന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഹെയർ ഫോളൊക്കെ ഉണ്ട്, ഒരു സെറം നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് വെറും 160 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആണ്, വാങ്ങിക്കാനും ഈസിയാണ്, ദോഷമായിട്ടൊന്നുമില്ല. എന്നെഴുതി ഭയങ്കര മിറാക്കിളായിട്ട് ഇതിലൊന്നും നടക്കുന്നുമില്ല, എന്നാലും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ അത്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണ്, എൻ്റെ നല്ല ഡ്രൈ ഹെയർ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2 ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ. നമ്മുടെ ലോറിയലിൻ്റെ ഹൈഡറോൺ മോയ്സ്ചറൈസർ ഫില്ലിംഗ് ഷാംപൂ ആണ് കേട്ടോ. ഇത് ഒന്ന് ഷാംപൂ ഒന്ന് കണ്ടീഷണറാണ്. ഇതും ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടും മുടി നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത 2 സംഭവങ്ങളാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോഡക്ട്സൊക്കെയാണ് ഇപ്പോൾ പാർട്ട് 1 ഞാൻ കാണിക്കുന്നത്. പാർട്ട് 2 അടുത്തതായിട്ടൊക്കെ കാണിക്കുക. ഇത് എത്ര ലെങ്ത് കൂടി പോയി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ റാൻഡമായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ. മാത്രമല്ല വേറെ എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങി യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.